ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ മക്കളെ ഇന്ന് ഒരു കിടിലൻ സ്നാക്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളൊരു മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ബാറ്ററാക്കിയിട്ട് മാറ്റിയെടുക്കണം. ഇനി നല്ലൊരു ബാറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉഴുന്ന് മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഈ ഒരു ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബാറ്ററൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡയും പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ അധികമാവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ല, ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലോണം പിന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് വരുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചക്കയാണ് കേട്ടോ. ഈ ചക്കേൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കഥയാണ്, പറഞ്ഞു തീർക്കാനിപ്പോൾ സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ടൈം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചക്കച്ചുളക്കതാ ഞാൻ അതിൽ നിന്ന് കുരും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ കുഞ്ഞിപ്പെണ്ണ് കൈയിട്ട് വാരണമൊക്കെ ഉണ്ട്. എന്തായാലും ഉള്ളത് വെച്ചിട്ട് ഒപ്പിക്കുക, അതല്ല നല്ലത്. അങ്ങനെ ഞാനിതാ എണ്ണയൊക്കെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ ചക്കേൻ്റെ ഓരോ പീസ് ഉണ്ടല്ലോ അത് ഈ ഒരു മാവിൽ മുക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ എണ്ണ കുടിച്ചു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു സ്നാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കറുമുറേനെ കഴിക്കണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതിവിടെ കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളത് മാറ്റി വെക്കുകയാണ് കേട്ടോ, പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇനി ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ചക്ക കിട്ടുന്നത് തീരെ കുറവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഒന്നും അങ്ങനെയല്ലായിരുന്നു, അത്യാവശ്യം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഉമ്മയുടെ പോയി വന്നപ്പോൾ ചെറിയൊരു പീസ് ചക്ക കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പഴുത്തക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, മക്കൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരു 3-4 ചോളം എടുത്തിട്ടാണ് മാറ്റി വെച്ച്. എന്നാലും ഇതുപോലെ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് കിട്ടിയതാണത്. പക്ഷേ നമ്മളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചക്ക നന്നാക്കുന്നതിൻ്റെ ഇടയിലും എൻ്റെ കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ പെറുക്കി തിന്നായിരുന്നു. ഏതായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഏതായാലും ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യരുത്, കടലമാവ് വെച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും ചക്ക കിട്ടാത്ത വീടൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ സീസണാണല്ലോ. കിട്ടുമ്പോൾ ദൂരം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊന്നും അറിയിക്കാനും മറക്കില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.